ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇത് നോക്കിക്കോട്ടോ. ഇതെന്താണെന്നറിയോ? സ്വീറ്റ് പൊട്ടറ്റോ അല്ലെങ്കിൽ നമ്മുടെ മധുരക്കിഴങ്ങാണേ. ഇത് നമ്മുടെ നാട്ടിലും ഈ കളറുണ്ട്, പക്ഷേ ഇത് UK കിട്ടുന്നത് ഈ കളറില്ല. മധുരക്കിഴങ്ങിന് ഈ കളറാണേ. വേറെ നമുക്കെപ്പോഴും ഈ കളറാണ് കിട്ടാറ്. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് അതിൻ്റെ മേലെയുള്ള തൊലി കളഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ഉള്ളിലുള്ള ഒരു തൊലിയാണ് ഞാൻ എടുക്കുന്നത്. അതിങ്ങനെ ശരിക്കും നമ്മൾ വളരെ തിന്നായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഈ പീലർ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യണമെന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതേപോലെ നമുക്ക് വളരെ തിന്നായിട്ട് കിട്ടും. അതിങ്ങനെ നമ്മൾ കയ്യിൽ നന്നായിട്ടൊന്ന് റോൾ ചെയ്യുക. അതിന് ശേഷം ഒരു ടൂത്ത് പിക്ക് എടുക്കുക. ടൂത്ത് പിക്ക് വളരെ വളരെ സോഫ്റ്റാണ്. ഇത് വളരെ സോഫ്റ്റ് ആയതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ട് നമ്മൾ ആ ടൂത്ത് പിക്ക് അതിലേക്ക് നമ്മൾ റോൾ ചെയ്ത ആ റോസിലേക്ക് ഇങ്ങനെ കുത്തി കൊടുക്കുക. ഇതേപോലെ ജസ്റ്റ് നമ്മൾ റോൾ ചെയ്താൽ മതി. ഇങ്ങനെ റോൾ ചെയ്ത് ഇത് നമുക്ക് കെട്ടാനൊന്നും പറ്റത്തില്ല, കാരണം ഇതൊരു വളരെ തിന്നായിട്ടുള്ള ഒരു ഫുഡിൻ്റെ പാർട്ടല്ലേ. അപ്പോൾ അത് നമുക്ക് പറ്റില്ല. അപ്പോൾ ഇതിന് ഏറ്റവും പറ്റിയത് ഈ ഒരു ടൂത്ത് പിക്കാണ്. നമുക്കിത് വൈൻഡിങ് വയറോ ഒന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ടൂത്ത് പിക്ക് ഒരു സൈഡിൽ ഇങ്ങനെ കുത്തി കൊടുക്കുക. അങ്ങനെ ഞാനൊരു 3-4 ചെറിയ ഫ്ലവേഴ്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ മിഡിലിലേക്ക് ഒരു മിഡിൽ ബഡ് അതിൻ്റെ നടുക്കുള്ളൊരു മിഡിൽ ബഡ് നമ്മൾ ഇതുപോലെ തന്നെ ചെറുതാക്കി ഉരുട്ടി ഇതേപോലെ റോൾ ചെയ്ത് അതിൻ്റെ മേലെ മിഡിലിൽ നമ്മൾ വെച്ച് ആ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. കറക്റ്റ് നിങ്ങൾ നോക്കിക്കേ, അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അത് റോസ് എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ വീണ്ടും ഞാൻ ആ പീൽ ചെയ്തത് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ആ പെറ്റലിൻ്റെ ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് വീണ്ടും അത് റോൾ ചെയ്ത് ഇങ്ങനെ വെക്കുവാണ് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ ഞാൻ എന്താ ചെയ്യുന്നതെന്ന്. ശരിക്കും നറേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, പക്ഷെ നിങ്ങൾക്ക് കാണാം. പക്ഷെ അതെന്താണ് മെറ്റീരിയൽ എന്ന് അറിയണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കൂടുതലൊരു നറേഷൻ പറയുന്നത്. അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു 4-5 ഫ്ലവർ റെഡിയാക്കി വയ്ക്കുന്നുണ്ട്, നോക്കിക്കോ. അപ്പോൾ ഇത് പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്ക് എന്താണ് ഞാൻ ഉണ്ടാക്കുന്നത് എന്ന് പെട്ടെന്ന് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഇത് കൂടുതലും പറയാനായിട്ട് ഞാൻ വിചാരിച്ചുകൊണ്ട് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മളുടെ ഒരു 5-6 റോസ് ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ആ റോസ് നമ്മളിങ്ങനെ റോസിനൊരു തണ്ട് വേണ്ടേ. അപ്പോൾ തണ്ടിന് വേണ്ടിയിട്ട് നമ്മൾ വേറെ ഒന്നും അതിൽ ആഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ തണ്ട് അതിലിരിക്കണമെങ്കിൽ അതിന് മിഡിൽ ബഡ് ഒന്നും കൂടെ ചെറുതാക്കി ആ ടൂത്ത് പിക്കിൻ്റെ മേലെ നമ്മൾ ആ മിഡിൽ ബഡിൻ്റെ എടുക്കുന്ന ആ പെറ്റൽ കറക്റ്റായിട്ട് നമ്മളുടെ ഈ സ്വീറ്റ് പൊട്ടറ്റോൻ്റെ ഒരു ഭാഗം എടുത്തിട്ട് ഇതേപോലെ ടൂത്ത് പിക്കിൽ വെച്ചിട്ട് ഇങ്ങനെ ആ റോസിലേക്ക് ഇറക്കി കൊടുത്താൽ നമുക്കിങ്ങനെ ശരിക്കും അതൊരു റോസായിട്ട് നമുക്കിങ്ങനെ പിടിക്കാൻ പറ്റും കയ്യിൽ. അപ്പോൾ തണ്ടും ആയി ആ സ്റ്റെമ്മോട് കൂടി പിടിക്കാൻ പറ്റും. ഇതാണ് എൻ്റെ റോസ്. ഈ റോസ് ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ, സീ യു.